ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വിവേകും ഈജപ്പിൻ്റെ കൂടി വർഷയുടെ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ രണ്ടുപേരും പ്രേമത്തിലാണ്, രാഹുലും വർഷയും. പിന്നെ എന്തിനാടാ നീ അവളുടെ പുറകെ ഇങ്ങനെ നടക്കുന്നത്? നീ ഒരു കാര്യം ചെയ്യണം. എന്തായാലും ബാക്കി ആ 3 പെൺകുട്ടികളുണ്ടല്ലോ, അവളുടെ സുഹൃത്തുക്കൾ, അവരെ 3 പേര് ഒരുമിച്ച് അങ്ങ് പ്രണയിക്കണം. ഇതുപോലെ പല റൂമും ഞാൻ റെഡിയാക്കി തരാം. എന്തായാലും നീ അതിനെക്കുറിച്ചൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല വിവേക് എന്ന് പറയുന്നുണ്ട്. വൃത്തികെട്ടവനെ, എന്തൊക്കെയാണ് നീ ഈ പറയുന്നത്? എന്തായാലും ഞാൻ അവളോട് പ്രതികാരം തീർക്കാനായിട്ട് പോവാണ്. ഇനി വിഷമത്തിൻ്റെ രീതിയിൽ, അല്ലെങ്കിൽ അവളുടെ മനസ്സിൽ ഞാൻ അവളോട് ഒരുപാട് സ്നേഹം കാണിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അവൾ തിരിച്ചറിയണം എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ, അത് പറ്റും. എന്തായാലും താടിയും മുടിയൊക്കെ വളർത്തി വെള്ളം അടിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് തുടങ്ങാമെന്ന് പറയുന്നുണ്ട്. നീ ഒന്ന് പോടാന്ന് പറഞ്ഞിട്ട് വിവേക് അങ്ങ് പോകാൻ നിൽക്കുന്ന സമയത്ത് അവിടെ രാഹുൽ ഇതെല്ലാം തന്നെ കേട്ടുകൊണ്ട് നിൽക്കാട്ടോ ചെയ്യുന്നത്. എന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഞാൻ രാഹുൽ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എനിക്കിപ്പോൾ മനസ്സിലായി, നമ്മൾ തമ്മിൽ ശത്രുതയൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഷെയ്ക്ക് ഹാൻഡൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മൾ തമ്മിൽ എന്തിനാ ബ്രോ ശത്രു എന്ന രീതിയിലൊക്കെ പറയുന്നു കേട്ടോ. പിന്നെ വർഷയെക്കുറിച്ചാണ് തൻ്റെ തെറ്റിദ്ധാരണയെങ്കിൽ ഞാനൊരു കാര്യം പറയാനാണ് വന്നിരിക്കുന്നത്. വർഷ എൻ്റെ ഗേൾ ഫ്രണ്ട് അല്ല കേട്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേനും വിവേകിനൊരു സമാധാനമാവുന്നുണ്ട്. ഓ, ഇനിയിപ്പോൾ സമാധാനിക്കാലോ, കാരണം ഇവൻ്റെ വായിൽ നിന്ന് തന്നെ കേട്ടല്ലോ ഞാനത് എന്ന മട്ടിൽ തന്നെ. ആ സമയത്ത് തന്നെ രാഹുൽ വീണ്ടും പറയുന്നുണ്ട്, താൻ എന്തിനാ അവളുടെ പുറകെ ഇങ്ങനെ നടക്കുന്നത്? തനിക്ക് അവളോട് വലിയ ഇഷ്ടം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഏയ്, അതൊന്നുമല്ല, ഞാൻ വെറുതെ ഒന്ന് നടന്നതെന്ന് തന്നെ ഉള്ളൂ. അവളെൻ്റെ ശത്രുവാണല്ലോ. ശത്രുക്കൾ തന്നെയാണ് പിന്നീട് ചിലപ്പോൾ നല്ലൊരു സുഹൃത്തുക്കളാവാനായിട്ട് പോകുന്നത്. എന്തായാലും നിങ്ങൾ രണ്ടുപേരും നല്ല സുഹൃത്തുക്കൾ തന്നെ ആവണം എപ്പോഴെന്ന് പറയുന്നു. പിന്നെ ആ വീട്ടിൽ നിന്ന് നിങ്ങളൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണല്ലോ വർഷം അവിടെ നിന്ന് ഇറങ്ങി വരുന്നത്. അപ്പോൾ നിങ്ങളും ഞങ്ങളെ ഫോളോ ചെയ്തിട്ടാണോ നടക്കുന്നുണ്ടായിരുന്നത്? അതല്ല, ഞാനല്ല, ഇവൻ വിവേകാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതോ അവിടെ എൻ്റെ ഗേൾ ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി ഉള്ള സമയത്ത് തന്നെയാണ് വർഷം അങ്ങോട്ട് വന്നത്. അല്ലാതെ അവൾ തനിച്ച് എൻ്റെ അടുത്തേക്ക് വന്നിട്ടേ ഇല്ല. പിന്നെ അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും തനിക്ക് ഇത്ര സംശയം അല്ലേ? പിന്നെ എൻ്റെ ഗേൾ ഫ്രണ്ട് ആരാണെന്നുള്ളത് ഞാനിപ്പോൾ പറയുന്നില്ല, അത് പിന്നീടൊരു ദിവസമാവട്ടെ. പിന്നെ വർഷയെക്കുറിച്ച് തനിക്ക് എന്തെങ്കിലും അറിയോ? അവൾ നല്ലൊരു കുട്ടിയാണ്. അവൾ എൻ്റെ കൂടപ്പിറപ്പിനെ പോലെയാണ്. എൻ്റെ അച്ഛൻ്റെ കഥകളൊക്കെ തനിക്ക് അറിയാലോ. അച്ഛന് ഒരു ലക്ഷ്മി എന്ന ഒരു സ്ത്രീയുമായിട്ട് അടുപ്പുണ്ടായിരുന്നു. എനിക്കൊരു അനിയത്തി ഉണ്ടായിരുന്നെങ്കിൽ അവളുടെ അതേ പ്രായം വരുമായിരുന്നു. അതുകൊണ്ട് തന്നെ അനിയത്തിയുടെ സ്ഥാനത്താണ് കേട്ടോ ഞാൻ വർഷയെ കാണുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അവളെൻ്റെ കുഞ്ഞി പെങ്ങളെ പോലെ തന്നെയാണെന്ന് രാഹുൽ പറയാം കേട്ടോ. എന്തായാലും നമ്മുടെ ഇനി ഈ സൗഹൃദം നല്ലോണം നിലനിൽക്കട്ടെ. അവളോടും ഒരു ദേഷ്യവും തനിക്ക് ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് രാഹുൽ പോന്നു കേട്ടോ. എല്ലാ തെറ്റിദ്ധാരണകളും മാറിയപ്പോൾ തന്നെ ഇഞ്ചപ്പനോട് പറയുന്നുണ്ട്, ഇനി എൻ്റെ പെണ്ണിനെ ഞാൻ സ്നേഹിക്കാൻ പോവുകയാണ് ഇഞ്ചപ്പ. മാത്രമല്ല, ഇനി ടോമാഞ്ചറി കളിക്കുന്നതൊക്കെ ഞങ്ങൾ നിർത്തി. ഇനി ഞാൻ പ്രണയത്തിൻ്റെ രീതിയിൽ അവളൊന്ന് സമീപിച്ച് നോക്കട്ടെ. അവൾ തനിച്ച് എനിക്കൊന്ന് കാണണം എന്ന രീതിയിൽ തന്നെ കേട്ടോ വിവേക് അവിടേക്ക് ചെല്ലാനായിട്ട് പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് അഭിയും അഞ്ജുവയും അതുപോലെ തന്നെ വർഷയാണ് കേട്ടോ. അവർ പുറത്തിറങ്ങിയിട്ട് വിവേകിനെ നോക്കുകയാണ്. വിവേകിൻ്റെ കാർ ഇവിടെയൊന്നും കാണാനില്ല. വിവേക് എന്തായാലും വന്നിട്ടില്ല. നമുക്ക് രാജ്കുമാർ സാറിനെ കാണാൻ പറ്റിയൊരവസരമാണ്. ഞങ്ങൾ പോയി നോക്കിയിട്ട് വരാം. എന്നിട്ട് എന്നെ വിവരം അറിയിച്ചാൽ മതി, ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറയുന്നുണ്ട്. അതായിരിക്കും നല്ലത്. ശിവ വരാൻ വെയിറ്റ് ചെയ്യൊന്നും വേണ്ട. ചിലപ്പോൾ അപ്പോഴത്തേനും വിവേക് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ വിവേകാണെങ്കിലോ ഒരു അരമണിക്കൂർ മുന്നേ തന്നെ അവരുടെ വീടിൻ്റെ പുറകിൽ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരു അരമണിക്കൂറായി കൊതുക് കടിച്ച് ഞാൻ ഇവിടെ നിൽക്കുന്നു. പക്ഷേ വർഷം എനിക്ക് ഒറ്റയ്ക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ശിവ ഇവിടെ ഇല്ല. അവളെക്കുറിച്ച് ഇനി ടെൻഷൻ ആവണ്ട. പക്ഷേ ഇവർ രണ്ടുപേരെയും മാറ്റണം. ഇനിയൊരു അവസരമാണല്ലോ. എന്തായാലും അയാളുടെ അടുത്തേക്ക് പോകുമ്പോൾ ഇതന്നെയാണ് അവസരം. വർഷം ഇന്ന് എനിക്ക് തനിച്ച് തന്നെ കാണാമെന്ന് പറയുന്നു. ആ സമയത്ത് നിങ്ങൾ എന്തായാലും പോയിട്ട് വാ, ഞാൻ പോയിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് നോക്കാനുണ്ട്, അതിനുശേഷം ഞാൻ വരാം. എന്നാൽ ശരി എന്ന് ചെല്ലി, ഞാൻ വാതിലടക്കില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് പോവാട്ടോ വർഷ. ആ സമയത്ത് തന്നെയാണ് വർഷയുടെ റൂം അന്വേഷിച്ച് തന്നെ വിവേക് പോകുന്നത്. ഇവിടെയല്ല, മേലെയാണെന്ന് തോന്നുന്നു, പോയി നോക്കാം. ആ സമയത്ത് മല്ലികയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. മല്ലികയ്ക്ക് ഇവിടെ ഉണ്ടായിരുന്നു. അയ്യോ, പൊളിഞ്ഞല്ലോ. എന്തായാലും ഇവിടെ ഒളിച്ച് നിൽക്കാമെന്ന് പറഞ്ഞിട്ട് വർഷയുടെ റൂമിൽ തന്നെയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ ശിവയുടെ അഭിയുടെ റൂം വൃത്തിയാക്കിയപ്പോഴത്തേനും എന്തായാലും വർഷ മോൾ എന്നെ സഹായിച്ചതോടുകൂടി തന്നെ എനിക്ക് പണി ഇത്തിരി ഈസിയായി. എന്ത് റൂമാണ്, എന്ത് വൃത്തികേടായിട്ടാണ് കിടക്കുന്നത്. എന്നാൽ മോളുടെ റൂം കൂടി ക്ലീൻ ചെയ്യാം. അപ്പോഴത്തേനും വിവേക് വിചാരിക്കുന്നുണ്ട്, അയ്യോ ഇനി ഇവിടേക്ക് വന്നാൽ ആകെ പ്രശ്നമാവുമല്ലോ. എൻ്റെ റൂം ക്ലീൻ ചെയ്യേണ്ട കാരണം ഞാൻ അത് ക്ലീൻ ചെയ്ത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ബാത്റൂം ക്ലീൻ ചെയ്യാം. ബാത്റൂമും ക്ലീൻ ചെയ്യേണ്ട, അതും ഞാൻ രാവിലെ ചെയ്തിട്ടുണ്ട്. പിന്നെ ശിവപാപ്പ ഞാൻ എന്തിനാ അതൊക്കെ ചെയ്യുന്നറിയോ? എനിക്ക് ശിവപാപ്പ
പൈസ തരുമല്ലോ. ശിവ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തരും, പക്ഷെ അഭിയാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കിട്ടാത്തൊരു പ്രയാസമാണ് അക്ക എന്ന് പറയുന്നുണ്ട്. എന്തായാലും മോളുടെ റൂമും നോക്കട്ടെ എന്ന് പറഞ്ഞ് പോകുന്നു. എന്തൊരു ഭംഗിയാണ്, എന്തൊരു വൃത്തിയാണ്, ഇതുപോലെ ഇരിക്കണം, ഇതാണ് മഹാലക്ഷ്മി വരുള്ളൂ എന്ന രീതിയിൽ പറയുന്നുണ്ട്. എനിക്കിപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നതാണ് അക്ക ഇഷ്ടം. എന്തായാലും ഇത്രയും എന്നെ സഹായിച്ച മോളുടെ റൂം ഞാൻ ഒറ്റയ്ക്ക് തന്നെ, അതായത് ഫ്രീ ആയിട്ട് ക്ലീൻ ചെയ്ത് തരാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ശരി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അക്ക പോകുന്നു കേട്ടോ. ആ സമയത്ത് അവിടേക്ക് നമ്മുടെ അഞ്ച് വരുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇപ്പോൾ അവിടെ വിവേകില്ല. രാജ്കുമാർ സാറിന് ഇപ്പോൾ കാണാൻ പറ്റിയൊരവസരമാണ്. താൻ വായോ എന്ന് പറയുന്നുണ്ട്. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഈ ഡ്രസ്സൊന്ന് മാറ്റിയിട്ട് എന്നിട്ട് തൻ്റെ കൂടെ വരാം. ഡ്രസ്സൊന്ന് മതിയടോ, കാരണം ഞാൻ അവിടെ ശിവയുടെയും അബിയുടെയും റൂം ക്ലീൻ ചെയ്ത സമയത്ത് ആകെ മുഷിഞ്ഞു. ഈ ഡ്രസ്സ് ഇട്ടിട്ട് എങ്ങനെയാണ്? എന്നാൽ ശരി, ഡ്രസ്സ് മാറ്റിയിട്ട് നമുക്ക് പോവാം. അഭി വരുന്നില്ല അത്രേ, വിവേക് അവിടെ ഇല്ലല്ലോ, പക്ഷെ ഞാൻ തൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് അഞ്ചു റെഡിയായി നിൽക്കുന്നു കേട്ടോ. ആ സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ ഡ്രസ്സ് മാറ്റുക കേട്ടോ വർഷ ചെയ്യുന്നത്. പക്ഷേ വിവേക് ഉണ്ട് ഈ ഡ്രസ്സ് മാറ്റുന്ന എല്ലാം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കാരണം താൻ അവിടെ പെടുകയും ചെയ്തു. ഇനിയിപ്പോൾ രക്ഷയൊന്നുമില്ല, അവളോട് സംസാരിക്കാൻ പറഞ്ഞാൽ അതൊന്നും നടക്കുന്നില്ല. ആ സമയത്ത് വീണ്ടും ശാർമിള വർഷയെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയെ എന്ന് വിളിച്ച് സംസാരിക്കുന്നു. കാരണം വിവേകിന് മനസ്സിലായി വർഷയും അതുപോലെ തന്നെ ശാർമിളയോട് സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ. അമ്മയെന്ന് വിളിച്ച് സംസാരിക്കും. മോൾ ആ ഡോക്യുമെൻറ്റ്സ് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ഇല്ല അമ്മേ, കാരണം എന്ന് വെച്ചാൽ രാജ്കുമാർ സാർ എന്ന് പറഞ്ഞിട്ട് ഒരാളൂടെ വന്നു കയറിയിട്ടുണ്ടല്ലോ. അപ്പോൾ ശിവ വിചാരിക്കില്ലേ അയാൾക്ക് നേരിട്ട് തന്നാൽ പോരെ, എന്തിനാ എൻ്റെ കയ്യിൽ തന്നു വിടുന്നതെന്ന്. അതുകൊണ്ട് അയാൾ ആരാണെന്ന് കണ്ടുപിടിക്കട്ടെ, എന്നിട്ട് ആ ഡോക്യുമെൻറ്റ്സ് ഞാൻ കൊടുത്തോളാം എന്ന് പറയുന്നുണ്ട്. ഇന്ന് ഞാൻ അയാളെ കാണാനായിട്ട് പോവാണ്, വിവേക് ഇവിടെ ഇല്ല എന്നും പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ മോളെ സൂക്ഷിച്ച് ഇപ്പോൾ കൊടുക്കണ്ട, ധൃതി വെക്കണ്ട, പക്ഷേ അയാൾ ആരാന്ന് കണ്ടുപിടിക്കണം. പറ്റുമെങ്കിൽ ഒരു ഫോട്ടോ എടുക്കണം, എനിക്ക് മനസ്സിലാവുമെന്നോ അറിയുന്ന ഒരാളാണെന്ന് നോക്കാമല്ലോ. ശരി അമ്മയെന്ന് പറഞ്ഞിട്ട് വർഷ ഫോൺ കട്ട് ചെയ്യുന്നു കേട്ടോ. വിവേക് ഇതെല്ലാം ഇതിനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവിടെ കയറി പറ്റിയത് വേറെ ആരും ആണല്ലോ, ഇത് ഇവർ രണ്ടുപേരും തമ്മിൽ ഇട്ടിട്ടുള്ള ഒരു പേരാണെന്നുള്ളതൊക്കെ. അതിനുശേഷം തന്നെ റൂം ലോക്ക് പോകാൻ പറ്റില്ല, കാരണം ഡോക്യുമെൻറ്റ്സ് എല്ലാം തന്നെ ഇവിടെ ഉണ്ടല്ലോ. അങ്ങനെ റൂം ലോക്ക് ചെയ്തിട്ട് വർഷം അങ്ങോട്ട് പോകുന്നു. അയ്യോ പെട്ടോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, വർഷം വരാതെ ഒരു മാർഗ്ഗവുമില്ല. ബഹളം വെച്ചാൽ ശിവയും അഭിയും വരും, ആകെ പ്രശ്നമാവുമല്ലോ. എന്നാൽ ഈ ഡോക്യുമെൻറ്റ്സ് എന്താണെന്ന് നോക്കട്ടെ. അങ്ങനെ വിക്രമിനെതിരെയുള്ള അടുത്ത നീക്കത്തിൻ്റെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും ആയിരിക്കും. അപ്പോൾ നമ്മളെ വീട്ടിൽ വന്ന് താമസിക്കുന്ന അയാൾ ആരാണ്, ആ പേര്, അതായത് രാജ്കുമാർ അദർവേൾഡ് എന്ന പേര് ശിവയുടെ അമ്മയും അതുപോലെ വർഷയും സാങ്കല്പികമായിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു പേരാണ്. അപ്പോൾ അവർ രണ്ടുപേരുമാണ് ന്യൂസ് കൊടുക്കുന്നത്. ഇയാളായിരിക്കും ആരാ തട്ടിപ്പുകാരൻ, അത് അയാളെ ശ്രദ്ധിക്കണം എന്നാണ് വിവേകൻ കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയാട്ടോ ചെയ്യുന്നത്. പക്ഷേ ഇനിയിപ്പോൾ എന്താണ് ടെസ്റ്റോട് ഇനി എന്താ സംഭവിക്കാമെന്നറിയില്ല, കാരണം വിവേക് എല്ലാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ധനപാലിനെയും അതുപോലെ വസുന്ധര ദേവിയാണ് കേട്ടോ. വർഷയെ കാണുമ്പോഴത്തേനും പൊട്ടിക്കരയുക വസുന്ധര. എന്താ ആൻറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല മോളെ കണ്ടപ്പോൾ അതല്ല, അതൊന്നും അല്ല, ഞാൻ സവാള അരിഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റേതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ മോൾക്ക് എന്താ കഴിക്കാൻ ഇഷ്ടമെന്ന് ചോദിക്കുന്നുണ്ട്. അതെന്താ ആൻറ്റി അങ്ങനെ ചോദിച്ചത്? അല്ല, ഇഷ്ടമുള്ള എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, എനിക്ക് അങ്ങനെയൊന്നുമില്ല, എല്ലാം എന്തെങ്കിലും ഒന്നും ഇഷ്ടമാവുമായിരിക്കുമല്ലോ. അമ്മ പണ്ട് സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേനും കപ്പയും മുളക് ചമ്മന്തി ഉണ്ടാക്കി വെക്കുമായിരുന്നു. മിക്കവാറും ദിവസം ഞങ്ങളുടെ വീട്ടിൽ അത് തന്നെയായിരിക്കും. അമ്മ എത്ര കഷ്ടപ്പെട്ടാലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി തരുമായിരുന്നു എന്ന് പറയുന്നു. എന്നാൽ ഞാനിപ്പോൾ വരാൻ പറഞ്ഞു വസുന്ധര ദേവി അങ്ങോട്ട് പോകുന്നു കേട്ടോ. അഞ്ചു അയാളെ കണ്ടിട്ട് വരുന്നുണ്ട്. രാജ്കുമാർ സാറിന് തന്നെ ഒറ്റയ്ക്ക് കാണാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, താൻ ചെല്ലെന്ന് പറഞ്ഞിട്ട് വർഷയെ പറഞ്ഞയച്ച് വിടുന്നു കേട്ടോ. ആ സമയത്ത് രാജ്കുമാർ സാറും ഇവളും തമ്മിൽ നല്ല ബന്ധമാണ് അങ്കിളെ. ഞാനിപ്പോൾ സംസാരിച്ചപ്പോഴെല്ലാം മനസ്സിലായത് ഇവളൊക്കെ മറച്ചു വരികയായിരുന്നു കള്ളി എന്ന് പറയുന്നുണ്ട്. അപ്പത്തന്നെ ധനപാലം പറയുന്നുണ്ട് അവൾ കള്ളിയൊന്നുമല്ല, ഒരു പാവം കുട്ടിയാണ്, അവൾക്ക് ഇങ്ങനെ മാരകമായ അസുഖമുള്ളതെന്ന് ആർക്കും അറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് തന്നെ രാജ്കുമാറിനെ കാണുന്ന സമയത്ത് തന്നെ ആകെ ഞെട്ടുന്നുണ്ട് ചന്ദ്രദാസ്. ഇയാളായിരുന്നോ? അയ്യോ മോളെ, ഞാനാണ് നിൻ്റെ ചന്ദ്രേട്ടനാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്തിനാണോ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു ചോദിക്കുന്നുണ്ട്. നിന്നെ കൊണ്ടുപോകാൻ, നീ എന്നെ കബളിപ്പിച്ചിട്ട് അവിടെ നിന്ന് മുങ്ങിയല്ലേ, നിന്നെ അങ്ങനെ വിട്ടുകളയാൻ പറ്റുമോ എനിക്കെന്ന് പറയുന്നുണ്ട്. ഞാൻ നിങ്ങളെ പിടിച്ച് എല്ലാവരുടെ മുന്നിൽ കൊണ്ടുപോയി നിർത്തുമെന്ന് പറയുന്നുണ്ട്. അതിന് മുന്നേ ഈ വീഡിയോ കോൾ ഒന്ന് നോക്കുമെന്ന് പറയുന്നു. അങ്ങനെ ആ വർഷയുടെ രണ്ടാം അച്ഛനാട്ടോ വീഡിയോ കോൾ ചെയ്യുന്നത്. നീ എന്താ വിചാരിച്ചേ, ഞാൻ പുറത്തിറങ്ങില്ല എന്ന്? ഞാൻ ജാമ്യത്തിൽ ഇറങ്ങിടി, നിന്നെ ഞാൻ ശരിയാക്കാം. നീ ചന്ദ്രദാസിൻ്റെ ഭാര്യ തന്നെയായിരിക്കും, അല്ലാതെ നീ വിവേകിൻ്റെയോ രാഹുലിൻ്റെയോ ഒന്നും ഭാര്യമാരാവാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇതൊന്നും വകവയ്ക്കാതെ വർഷയോട് വീണ്ടും ഒരു കാര്യം പറയുന്നു. നിനക്ക് ഇതൊന്നും വിശ്വാസമായില്ലല്ലേ, ഇത് ഇങ്ങോട്ട് നോക്കുമെന്ന് പറയുന്നു. അങ്ങനെ നാരായണി ചേച്ചിയെ കാണിക്കുന്നു കേട്ടോ. അയ്യോ നാരായണി ചേച്ചിയോ, അവരെ പിടിച്ച് കെട്ടിയിരിക്കുന്നു. മോളെ നീ ഇങ്ങോട്ട് വരണ്ട, എന്നെ ഇവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, മോള് രക്ഷപ്പെട്ടോ എന്ന് പറയുന്നുണ്ട്.
ആ ക്യാമ്പിൽ നിന്ന് ഇവരല്ലേ നിന്നെ രക്ഷപ്പെടുത്തിയത്. ഇവരെ ഞാൻ ശരിയാക്കും. എൻ്റെ കൂടെ നീ വന്നിട്ടില്ലെങ്കിൽ ഇവരുടെ കഥ കഴിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേനും വർഷയ്ക്ക് നല്ല പേടിയാവുന്നുണ്ട് കേട്ടോ. അയ്യോ, അവർക്കൊന്നും സംഭവിക്കാൻ പാടില്ല. നീ ഞാൻ പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീയെ ഞാൻ വകവരുത്തുമെന്ന് തന്നെയാണ് പറയുന്നത്. ഞാൻ പറയുന്ന പോലെ നിൻ്റെ കൂട്ടുകാരികളോടും എല്ലാവരോടും നീ സംസാരിച്ച് തുടങ്ങണം ഇനി മുതലെന്ന് ചന്ദ്രദാസ് വാണിംഗ് കൊടുക്കുന്നു കേട്ടോ വർഷയ്ക്ക്. വർഷ ആകെ ഞെട്ടിത്തരിക്കണം. പക്ഷെ പേടിക്കാനില്ല, കാരണം വിവേകിന് ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി. കാരണം വർഷയുടെ പുറകിൽ ഒരു ചതിയനുണ്ടെന്നുള്ളത്. വിവേക് എന്തായാലും അയാളെ പുറത്ത് കൊണ്ടുവരും. വർഷയെ തീർച്ചയായും രക്ഷിക്കുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം